വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കുറേ നാളിന് ശേഷമാണ് അങ്ങനെ ഒരു ലെങ്തി വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് സാധനങ്ങൾ അൺബോക്സ് ചെയ്യുന്ന ഓൾറെഡി ഞാൻ അൺബോക്സ് ചെയ്ത് വച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് സാധനങ്ങൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് പർപ്പിളിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള സാധനങ്ങളാണ്. അപ്പോൾ പർപ്പിളിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളത് ഞാൻ ഓൾറെഡി കുറച്ചൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ റിവ്യൂ കൂടെ പറയാം. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് എടുക്കാം. ഫസ്റ്റ് ഈ ഒരു സാധനം ഞാൻ ഓൾറെഡി എല്ലാം പൊട്ടിച്ച് വെച്ചിട്ടുണ്ട് എടുക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട്. അപ്പം ഈ റിംഗ് ആണ്. ഇത് ഞാൻ കണ്ടായിരുന്നു നേരത്തെ, ഞാനത് കാണിച്ചു തരാം. കണ്ടോ, ഇതിൻ്റെ ഒരു പരിപാടി ഉള്ളതെന്ന് വെച്ചാൽ ഈ ഇരിക്കുന്ന സാധനം തന്നെയാണ് ഇവിടെ ഇരിക്കുന്ന സാധനം തന്നെയും ഇവിടെ ഇരിക്കുന്നത്. അങ്ങനെ എല്ലാം 2 പീസ് വെച്ചിട്ടാണ്. ഇപ്പോൾ കസിൻസോ അല്ലെങ്കിൽ എന്താ സിബ്ലിങ്സൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് വാങ്ങിക്കാം കേട്ടോ. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ഞാൻ ഇപ്പോൾ പറയാമേ. റേറ്റ് വന്നിട്ട് 323 രൂപയാണ്. ഞാൻ വാങ്ങിയപ്പോൾ ഇപ്പോൾ കറൻ്റ്ലി 323 രൂപയാണ്. ഞാൻ വാങ്ങിയപ്പോൾ 315 എങ്ങാണ്ടായിരുന്നു തോന്നുന്നു. അപ്പോൾ പക്ഷേ ഇതിനകത്ത് ഈ പിക്ചറിനകത്ത് ഓരോന്നും ഓരോ ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത്. അപ്പം നിങ്ങൾ എപ്പോഴും വാങ്ങിക്കുമ്പോൾ വന്ന ഉടനെ പ്രോഡക്റ്റ് പൊട്ടിക്കുക, നമ്മൾ വാങ്ങിച്ച സാധനം ഒരുപോലെയാണോ എന്ന് കമ്പയർ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പം എനിക്കിപ്പോൾ പണി കിട്ടിയത് ഇത് അങ്ങനെയല്ല കിട്ടിയിരിക്കുന്നത്, ഓരോന്നും ഓരോ ഡിസൈൻസ് ആയിരുന്നു. പക്ഷേ ഇതിപ്പോൾ 2 പീസസ് വെച്ചുണ്ട്. ഇതിപ്പോൾ എനിക്ക് റിട്ടേൺ ചെയ്യേണ്ട സമയം കഴിഞ്ഞു പോയി. അപ്പോൾ അതുകൊണ്ട് എനിക്കിനി റിട്ടേൺ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതാണ് ഇതിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ. പക്ഷേ എല്ലാം നല്ല ക്വാളിറ്റി ഉണ്ട്. അതുകൊണ്ട് ബട്ടർഫ്ലൈ ഒക്കെ കിടില കണ്ട, കുറേ ബട്ടർഫ്ലൈസ്. അങ്ങനെ എനിക്ക് ബട്ടർഫ്ലൈ എല്ലാം ഞാൻ ഇപ്പോൾ ഓരോന്നായിട്ടിട്ട് കാണിക്കില്ല. ഓരോ വീഡിയോസ് ചെയ്യുമ്പോഴത്തേക്കും ഞാൻ ഷോർട്സിലൊക്കെ ഇൻക്ലൂഡ് ചെയ്ത് കാണിക്കാം കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് സാധനങ്ങൾ. അപ്പോൾ ഇത് ഇപ്പോൾ എത്ര എണ്ണം ഉണ്ട്? 6, 9, 12 എണ്ണം ഉണ്ട്. 12 എണ്ണം ഇത്രയും പൈസയ്ക്ക്. ചില റിങ്സൊക്കെ നമ്മൾ ഓക്സിഡൈസ് വാങ്ങിക്കുമ്പോഴത്തേക്ക് ഒരെണ്ണത്തിന് തന്നെ 100 ആ ഒരു റേറ്റ് ഒക്കെ കൊടുക്കേണ്ടി വരില്ല. അങ്ങനെ നോക്കുമ്പോൾ കുഴപ്പമില്ല. പക്ഷേ ഇത് ഓരോന്നും ഓരോ ഡിസൈൻ ആയിരുന്നെങ്കിൽ കുറച്ചുകൂടെ നന്നായിരുന്നു. ഇതിപ്പോൾ റിട്ടേൺ ചെയ്യാൻ പറ്റത്തില്ല, ആ ഒരു പരിപാടി ആയിപ്പോയി. പിന്നെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് പെയർ ചെയ്യാം. ഇനി അടുത്തത് നോക്കാവേ. അടുത്തത് വന്നിട്ട് ഇയറിങ്സ് ആണ്. എനിക്കിങ്ങനെ ആദ്യമായിട്ട് ഈ വീഡിയോ ചെയ്യണമെന്നുള്ളതുകൊണ്ട് ചെയ്യണതുകൊണ്ട് എങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ സംഭവങ്ങളൊന്നും വലിയ പിടുത്തമില്ല. എന്നാലും ചെയ്ത് വരുമ്പോൾ റെഡിയാകുമെന്ന് തോന്നണം. അപ്പോൾ അടുത്തത് ഈ ഒരു കമ്മലാണ്. നല്ല തിളക്കമുള്ള കമ്മലാണ്. ജസ്റ്റ് സംഭവം. പക്ഷേ ഇത് കൊള്ളാമേ, നല്ല രസമുണ്ട്, നല്ല ക്വാളിറ്റി ഉണ്ട്. ഇതിൻ്റെ റേറ്റ് 71 കേട്ടോ. ശരി കൂടുതലാണ്, എന്നാലും കുഴപ്പമില്ല. ക്വാളിറ്റി ഉണ്ട്, നല്ല ക്വാളിറ്റി ഉണ്ട്. സൽവാറിൻ്റെ കൂടെയൊക്കെ നമുക്കൊരു സ്റ്റേറ്റ്മെൻറ്റ് പീസായിട്ടൊക്കെ ഇടാൻ പറ്റും കേട്ടോ ഇത്. ഇനി അടുത്തത് ഈ ഒരു ബോക്സിൽ തന്നെ ആ ഒരു സെയിം ഇതിൽ തന്നെ വാങ്ങിച്ചതുകൊണ്ട് അവർ ആ സെയിം ബോക്സിൽ തന്നെ തോന്നുന്നു അടുത്തതുണ്ട്. ഇനി അടുത്തത് വന്നിട്ട് ഇതാണ്. എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. കണ്ടോ, ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. ഇത് നല്ല ക്വാളിറ്റി ഉണ്ട്. ലൈറ്റ് വെയിറ്റ്, നേരത്തെ കാണിച്ചത് ഇച്ചിരി കൂടെ ലൈറ്റ് വെയിറ്റ് ആണ്. ഇത് ഇച്ചിരി ഒന്ന് വെയിറ്റ് ഉള്ളതാണൊക്കെയാണ് എനിക്ക് തോന്നുന്നത്. നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സെൻറ്ററിൽ സ്റ്റോൺസ് ഒക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഓക്സിഡൈസ് ആയതുകൊണ്ട് നമുക്ക് നല്ല എല്ലാ ഓക്സിഡൈസ് ഇടാൻ പറ്റുന്ന ഡ്രസ്സിൻ്റെ കൂടെ നമുക്ക് പെയർ ചെയ്യാൻ പറ്റും. റെഡ് സ്റ്റോൺ ഒരു പ്രശ്നമല്ല, അത് കുഞ്ഞു സ്റ്റോൺ അല്ലേ. വന്നിട്ട് 136 ഞാൻ വാങ്ങിച്ചപ്പോൾ ആ റേറ്റ് ആയിരുന്നു. പക്ഷേ കൊള്ളാം, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണ്. ഇപ്പോൾ കാണിച്ച് ചെയ്യാണ്ടല്ലോ. ഇത് രണ്ടിനും ഡാമേജോ അങ്ങനെയൊന്നും ഇല്ലാതെ എനിക്ക് കിട്ടിയ പീസസാണ്. ഇനി അടുത്ത് വന്നിട്ട് ഒരു ബോക്സിനകത്താണ് വന്നിട്ടുള്ളത്. ഇത് ഇയറിങ്സ് ആണ്. ഇത് കാണുമ്പോൾ പലരും ഇവിടെ മുത്തുക്കൊട എന്നൊക്കെ പറയും. ഇത് ഇച്ചിരി ഹെവി ആയിട്ടുള്ള സാധനമാണ്. വലിയ ഇയറിങ്സ് ആണ്. വലിയ ഇയറിങ്സ് ഒക്കെ ഇടാൻ ഇഷ്ടമുള്ള ഈ സ്റ്റേറ്റ്മെൻറ്റ് പീസൊക്കെ ആയിട്ടൊക്കെ ഇടാൻ പറ്റുന്ന ഒരു ടൈപ്പാണ്. ഇത് നല്ല കിലിക്കിലാന്ന് നിൽക്കുന്നതാണ്. ഇങ്ങനത്തെ ഇയറിങ്സ് ഒക്കെ ഇടാൻ ഇഷ്ടമുള്ളവർക്ക്, അതായത് നല്ല വലിയ ജുംകാസൊക്കെ വെച്ച് പെയർ ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് ഇത് നോക്കാവുന്നതാണ് കേട്ടോ. പക്ഷെ ഞാനിങ്ങനെ പൊതുവേ ഷൂട്ടിനൊക്കെയാണ് കൂടുതൽ ഇടുന്നത്. ഞാൻ കൂടുതലും ലൈറ്റായിട്ടുള്ള കമ്മൽ, എനിക്ക് പ്രത്യേകിച്ച് ഇങ്ങനെ വളയും മാലയും ഇടുന്ന ഇഷ്ടമല്ല. കമ്മലാണ് ഇത്തിരിയെങ്കിലും ഇടണത്. എന്നാൽ ഇത്രയും ഹെവിയൊന്നും ഞാൻ അല്ലാതെ ഇട്ടുകൊണ്ട് പോകില്ല. ഇടാറുണ്ട് വല്ലപ്പോഴും, എന്തെങ്കിലും ഫംഗ്ഷൻ അങ്ങനെയൊക്കെ വരും. എനിക്ക് എപ്പോഴും ഇയറിങ്സ് വാങ്ങിക്കുമ്പോൾ എപ്പോഴും ഒരെണ്ണം വികലാംഗനായിരിക്കും. കാരണം ഞാനത് ശ്രദ്ധിക്കത്തേ ഇല്ല. ഒന്നുകിൽ അതിൻ്റെ മുത്ത് പോകും, അല്ലെങ്കിൽ അതിൻ്റെ സ്റ്റോൺ കാണത്തില്ല, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഇളകി പൊട്ടിയിരിക്കും, അങ്ങനെ ആയിരിക്കും. ഞാൻ വീഡിയോസൊക്കെ കാണിക്കുമ്പോൾ ഒരു കമ്മൽ ശ്രദ്ധിച്ചാൽ അറിയായിരിക്കും. എൻ്റെ മിക്ക കമ്മലും അങ്ങനെ തന്നെയാണ്. ഈ ഓവർ ലൈറ്റ് നമ്മൾ നേരിട്ട് പോയി വാങ്ങിക്കുമ്പോൾ ഭയങ്കര ലൈറ്റ് ആയിരിക്കും ഇതിനകത്ത്, ഷോപ്പിനകത്ത്. അപ്പോൾ അത് അങ്ങനെ ശ്രദ്ധിക്കാത്തതാണെന്നാണ് തോന്നുന്നത്. എന്തോ ഞാൻ സാധാരണ കുറേ പ്രാവശ്യം നോക്കിയിട്ടൊക്കെയാണ് വാങ്ങിക്കുന്നത്. എന്നാലും ഇങ്ങനെയൊക്കെ വരും. ഇനി അടുത്ത കമ്മൽ എനിക്കൊരു പണി കിട്ടിയ കമ്മലാണ്.
ഇതാണ് കമ്മൽ. പക്ഷേ ഈ കമ്മൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല ഓക്സിഡൈസ് ആയിട്ടുള്ള ഒരു കമ്മലാണ്. മുത്തുക്കുട കണക്കൊക്കെ ഇരിക്കും കണ്ടോ. പക്ഷേ ഇതിൽ നോക്ക്, ഇതിലിതാ 3 ഈ ഹാങ്ങിങ്ങേ ഉള്ളൂ. ഈ ഗുങ്കുരു സാധനമില്ലേ, ഇതിൻ്റെ ലോങ് ആയിട്ട് നിൽക്കുന്നത് 3 ഉള്ളൂ. പക്ഷെ ഇതിനകത്ത് 1 2 3 4 5 എണ്ണം ഉണ്ട് നല്ല ലോങ് ആയിട്ട് നിൽക്കുന്നത്. അപ്പോൾ അതും എനിക്കൊരു പണി കിട്ടിയാണ്. ഇതിപ്പോൾ എനിക്ക് തിരിച്ച് അയക്കാൻ പറ്റത്തില്ല. ഇനി വേണമെന്നുണ്ടെങ്കിൽ ഈ സാധനത്തിനെയൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് മാറ്റിയിട്ട് 3 എണ്ണം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഹാങ് ചെയ്ത് വെക്കാമെന്ന് വിചാരിക്കണം. അതിൻ്റെ സമയം കഴിഞ്ഞു കേട്ടോ തിരിച്ച് അയക്കാനുള്ള. പക്ഷേ ഇത് കൊള്ളാം, നല്ല ക്വാളിറ്റി ഉണ്ട്. ഈ സാധനം കാണാനും നല്ല ഭംഗിയുണ്ട്. ഇതിന് വന്നിട്ട് 190 അത്യാവശ്യം റേറ്റ് ഉണ്ട്. 190 കുഴപ്പമില്ല. പക്ഷേ ഇതിങ്ങനെ പോയതുകൊണ്ട് എനിക്കൊരു വിഷമം. പിന്നെ റേറ്റ് ഉണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കാന്നുണ്ടെങ്കിൽ ഇതിനേക്കാളും റേറ്റ് കൊടുക്കണം അത്യാവശ്യം ഓക്സിഡൈസ്. ഇനി നമ്മൾ ട്രിവാൻഡ്രത്താണെങ്കിൽ ചാലയിലൊക്കെ പോകുമ്പോൾ അവർ ഹിന്ദിക്കാരൊക്കെ നിൽക്കത്തില്ലേ, ആ സാധനമാണെന്നുണ്ടെങ്കിൽ അത് അത്ര ഒരു ക്വാളിറ്റി ഇല്ല. പെട്ടെന്ന് നമുക്ക് ആ ഒരു കളറും ഷെയ്ഡൊക്കെ പോകും. പക്ഷെ വലിപ്പം ഇത്രയൊക്കെ ഉള്ളതൊക്കെ കിട്ടും. എന്നാലും 100 ഉണ്ട് ഒരെണ്ണത്തിന്. 100 150 ആ റേഞ്ചൊക്കെ തന്നെ. താഴെ ഫോൺ ഇരിക്കണോണ്ടാണ് കേട്ടോ. താഴെ ഇങ്ങനെ നോക്കിക്കൊണ്ട് സംസാരിച്ച് അടുത്ത ഏത് പ്രോഡക്റ്റ് ആണെന്നുള്ളത് എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി അടുത്തത് ഒരു മാലയാണേ. മാല പക്ഷെ നല്ല ബബിൾ റേപ്പിങ്ങോട് കൂടിയാണ് വന്നിട്ടുള്ളത്. ഇതെനിക്കൊരു ഔട്ട്ഫിറ്റ് ഉണ്ട്, അതിൻ്റെ കൂടെ പെയർ ചെയ്യാൻ വേണ്ടി വാങ്ങിച്ചതാണ്. ഭാഗ്യത്തിന് ഇതിനൊന്നും പറ്റിയിട്ടില്ല. ഞാനൊന്ന് പൊട്ടിച്ച് നോക്കിയായിരുന്നു നേരത്തെ. ഇത് കാണുമ്പോൾ ഇത് എന്തിൻ്റെ കൂടെ ഇടും എന്നൊക്കെ തോന്നും. ഇങ്ങനെ ഒരു ശൂലം കണക്കൊക്കെ ഇരിക്കും. പക്ഷെ അത്യാവശ്യം നല്ല രസമുണ്ട്. ഞാൻ ഇട്ടൊക്കെ അപ്പം കാണിക്കാവേ. കണ്ടോ, ഇതാണ് മാല. ഇതല്ലേ ഫ്രണ്ട്, 2 സൈഡും ഇടാം. ഇതുകൊണ്ട് കാണും, ഇതുകൊണ്ട് കണ്ടോ. ഇത് നല്ല രസമുണ്ട്. നമുക്ക് ഈ എന്താ നെക്ക് പീസ് മാത്രമായിട്ട് പെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് യൂസ് ചെയ്യാം കേട്ടോ. നല്ല ഭംഗിയുണ്ട്. ഒരു നല്ല ബോൾഡായിട്ടുള്ള ലുക്ക് അല്ലെങ്കിൽ ഒരു നല്ല സ്മോക്കി ഐ ഒക്കെ കൊടുത്തിട്ട് ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും. ഒരു ബ്ലാക്ക് റെഡ് ആ ഒരു ഡ്രസ്സിൻ്റെ കൂടെയൊക്കെ. അപ്പോൾ എൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു ഡ്രസ്സുണ്ട്, അതിൻ്റെ കൂടെ ഇടാനാണ് ഞാനിത് മേടിച്ചത്. ഇതിന് റേറ്റ് ഉണ്ട് അത്യാവശ്യം. 229 രൂപയാണ് ഇതിൻ്റെ റേറ്റ്. അപ്പോൾ ഇത്രയാണ് എൻ്റെ ഇത് എന്താണ് ജ്വല്ലറി ഐറ്റംസ്. മാല കമ്മലൊക്കെ ഇത്രയൊക്കെ തന്നെയാണ്. ഇനി നമുക്ക് ക്ലോത്തിലോട്ട് പോകാം. അപ്പം ഞാൻ ആദ്യമായിട്ടാണ് ഒരു സാരി ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചത്. സാരി ഞാൻ കാണിക്കാം. അത് ഞാൻ വേറെ ടോപ്പ് കാണിച്ചു തരാം. എടുക്കാൻ എളുപ്പമാണ്. അത് ഇങ്ങനത്തെ ഒരു പാക്കേജിലാണ് വന്നിട്ടുള്ളത്. അപ്പം ഇതാണ് ടോപ്പ്. ഇവിടെ നമ്മുടെ ഷോൾഡറിൻ്റെ ഈ ഭാഗത്ത് ഇലാസ്റ്റിക് ഉണ്ട്, 2 സൈഡിലും ഉണ്ട്. പിന്നെ ഫുൾ നന്നായിട്ട് വലിയ സ്ട്രെച്ചിങ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. ഇത് 155 രൂപയാണ്. പക്ഷെ നല്ലതാണ്, 155 രൂപയ്ക്ക് നല്ലതാണ്. നല്ല കംഫർട്ടബിളായിട്ട്. ഞാൻ ഓൾറെഡി ഒരു ഷോർട്ട്സ് റീൽസ് എന്തോ ചെയ്തിട്ടുണ്ട്. ഞാനിവിടെ സൈഡിൽ കൊടുക്കാവേ. അതിൻ്റെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷെ പൊടിയുണ്ട് ഭയങ്കര എന്ന് വെച്ചാൽ നമുക്ക് ഭയങ്കര കാഷ്വൽ വെറൈറ്റി ഇടാം. അതിൻ്റെ ലിങ്ക് എല്ലാത്തിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാവേ. അങ്ങനെ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. താഴെയാണെങ്കിൽ നല്ല ഫ്രിൽസ് ഉണ്ട്. നമുക്കത് സ്കേർട്ടിൻ്റെ കൂടെയും പെയർ ചെയ്യാൻ പറ്റും. നല്ല ബാഗി ജീൻസിൻ്റെ കൂടെ. പിന്നെ അതുപോലെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏതാണെന്നുള്ളെങ്കിൽ നമ്മുടെ കംഫർട്ട് അനുസരിച്ച് പെയർ ചെയ്യാൻ പറ്റും. അതെനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടൊരു ടോപ്പാണ്. സാധാരണ ഞാനങ്ങനെ ഓൺലൈനിൽ നിന്ന് അങ്ങനെ ടോപ്സും ഡ്രസ്സൊക്കെ എടുക്കുന്നത് കുറവാണ്. പക്ഷെ ഞാനങ്ങനെ വല്ലപ്പോഴുമാണ് ഞാൻ ആകെ കുറച്ച് ടോപ്സ് എടുത്തിട്ടുള്ളൂ. പക്ഷേ കിട്ടിയതൊക്കെ നല്ലതായിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. പണി കിട്ടിയതും ഉണ്ട് കേട്ടോ, 1-2 എണ്ണമൊക്കെ. അപ്പോൾ ഇത് നല്ല രസമുണ്ട്. ഇനി അടുത്ത സാരി. ഞാൻ ആദ്യമായിട്ടാണ് ഓൺലൈനിൽ നിന്ന് ഒരു സാരി വാങ്ങിക്കുന്നത്. സാരി എന്ന് പറയുമ്പോൾ എനിക്ക് ഷോർട്ട്സൊക്കെ ചെയ്യാൻ വേണ്ടി തന്നെയാണ് വാങ്ങിച്ചത്. അതിൻ്റെ പേഴ്സണലി ഞങ്ങൾ ഫംഗ്ഷനൊന്നും കൊടുക്കാൻ പറ്റിയിട്ടുള്ളൊരു സാരിയാണെന്ന് ചോദിച്ചാൽ നമ്മളത് സ്റ്റൈൽ ചെയ്തെടുക്കുന്നതനുസരിച്ചിരിക്കും കേട്ടോ. അതെ, ഈ ഒരു ഗ്രീനും ഈ ഒരു പിങ്ക് കളറും, ഇതാണ് ഷെയ്ഡെന്ന് പറയുന്നത്. ഇതിൻ്റെ ടാസൽസൊക്കെ കണ്ടോ, എന്താണേലും അതായത് തുമ്പിൽ വരുന്നില്ലേ, അത് നല്ല ടാസൽസ് ഉണ്ട്. ഇതാ നല്ല ഭംഗിയുണ്ട്. ഈ സംഭവം കണ്ടിട്ടാണ് സത്യം പറഞ്ഞ ഈ സാരി ഞാൻ ഓർഡർ ചെയ്തത്. ഇതെങ്ങാനും ചീത്തയെ പോവോ എന്തോന്ന് എനിക്കറിയത്തില്ല. ഇതൊന്ന് വാഷിംഗ് മെഷീനിലൊന്നും വാഷ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് അല്ല. ഇതൊക്കെ അങ്ങ് പോകും, പിരുന്ന് പോകും. നമ്മൾ കൈ കൊണ്ട് തന്നെ വാഷ് ചെയ്യണം. നിവർത്തി കാണിച്ചു തരാം. അപ്പം ഇതാണ് സാരി. ഈ ഒരു ഗ്രീനും ഈ ഒരു ഡാർക്ക് പിങ്ക് കളറുമാണ്. ഇതൊരു കോട്ടൺ സിൽക്ക് സാരിയാണ്. ഇത് 480 രൂപയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ വാങ്ങിച്ച സമയത്ത്. പക്ഷേ ഇത് നല്ലതാണെന്ന് ഞാൻ പറയത്തുള്ളൂ. കാരണം നമ്മൾ ഓഫ്ലൈനായിട്ട്, അതായത് സ്റ്റോറിലൊക്കെ പോയി വാങ്ങിക്കുകയെന്നുണ്ടെങ്കിൽ നല്ല റേറ്റ് ഉണ്ട്.
1000 അടുപ്പിച്ചൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ നല്ലതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇതിൻ്റെ തുമ്പിലത്തെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇത് നല്ല രസമുണ്ട് ഇത് കാണാൻ വേണ്ടിയിട്ട്, ഈ ടാസൽസ്. അപ്പോൾ ഇത് ഏറ്റവും നമ്മുടെ പല്ലുണ്ട്, അതായത് ബാക്കിലോട്ട് ഇടുന്ന തുമ്പിൽ മുന്താണി എന്ന് പറയത്തില്ല, അവിടെയാണ് ഈ ഒരു സംഭവം വരുന്നത്. ഇനി നമ്മുടെ ബ്ലൗസിൻ്റെ കളർ, ബ്ലൗസ് പീസും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്, അത് അകത്ത് നമുക്ക് പോകും. അതും നമുക്ക് വേണമെങ്കിൽ കട്ട് ചെയ്തെടുക്കാം. അത് ഞാൻ ഉടുത്ത് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കും. അത് ഞാൻ എപ്പോഴും ഉടനെ തന്നെ റീൽ ഇടാൻ നോക്കാം കേട്ടോ. റീലല്ല ഷോർട്സോ അല്ലെങ്കിൽ ഗെറ്റ് റെഡി ആയി വിത്ത് മീ അങ്ങനെ എന്തെങ്കിലും ഒരു വീഡിയോ ചെയ്യും. അപ്പോൾ ഇതാണ് നമ്മുടെ ബ്ലൗസിൻ്റെ ആ ഒരു പീസ് വരുന്നത്. ഇത് നമുക്ക് എടുക്കാം. എന്നെ പോലെ മെലിഞ്ഞ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ലതായിട്ട് തികയും. അത്യാവശ്യം നല്ല രീതിയിൽ എല്ലാവർക്കും തികയും. കുറച്ച് വണ്ണമുള്ള ആൾക്ക് നീളം കുഴപ്പമില്ല കേട്ടോ, അത്യാവശ്യം നല്ല നീളമൊക്കെ ഉണ്ട്. ഞാൻ അളന്ന് നോക്കിയിട്ടില്ല എത്രയാണെന്നുള്ളത്, അങ്ങനെ കുറവായിട്ടൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. നല്ലതാണ്. ഇതിൻ്റെ ഒത്തിരി കളേഴ്സ് ഉണ്ട് കേട്ടോ. എനിക്ക് പേടിച്ചാണ് ഞാൻ ശരിക്കും ഇത് വാങ്ങിയത്. ആദ്യമായിട്ടാണ് ഞാൻ സാരി വാങ്ങിച്ചത് ഓഫ്ലൈനായിട്ട്. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇനി നമുക്ക് സ്കിൻ കെയർ ഐറ്റംസിലോട്ട് നോക്കാം. അതിൽ ഞാൻ കുറച്ചൊക്കെ യൂസ് ചെയ്ത പ്രൊഡക്റ്റുകളും ഉണ്ട്, യൂസ് ചെയ്യാത്ത പ്രൊഡക്റ്റുകളും ഉണ്ട്. മാമാഅർത്തിൻ്റെ ഷാമ്പൂവും കണ്ടീഷണറും ഇതിൻ്റെ യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് അത്ര ഒരു ഭയങ്കര മോയ്സ്ചറൈസിങ്ങും അങ്ങനത്തെ ഒന്നും ഷാമ്പിൽ നിന്ന് കിട്ടണില്ല. പക്ഷേ നമുക്ക് കണ്ടീഷണറിൽ നിന്ന് അത്യാവശ്യം നല്ല റിസൾട്ട് ഉണ്ട്. ഷാമ്പൂ ഒക്കെ ഒരു 3 ദിവസം കഴിയുമ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു ഡ്രൈ ആക്കുന്നത് പോലെ തോന്നും. അടുത്ത പ്രൊഡക്റ്റ് വന്നിട്ട് ഈ ഗുഡ് വൈബ്സിൻ്റെ ലിക്വിഡൈസ് ബോഡി ലോഷൻ പ്രൊഡക്റ്റ് വന്നിട്ട് നമുക്ക് സ്കിൻ വൈറ്റനിങ്, സ്കിൻ മോയ്സ്ചറൈസിങ് ഒക്കെ ചെയ്യുന്നതാണ് പറയുന്നത്. പക്ഷേ വൈറ്റനിങ് ചെയ്യുന്ന പറയുന്നത് പുളുവാണ്. ഇത് ഞാൻ ഒരു 1 വീക്കായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. വൈറ്റനിങ് ഒന്നും ചെയ്യത്തില്ല കേട്ടോ ഇത്. പിന്നെ ലിക്വിഡൈസ് നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ മുഖത്തുള്ള പാടുകളൊക്കെ പോകുന്ന മുമ്പേ നമ്മൾ ആയുർവേദിക് ബുക്കിലൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട് കേട്ടോ. അത് ഒരു പരിധി വരെ കുറച്ചൊക്കെ ശരിയാണ്. നല്ല ഡാർക്കായിട്ടുള്ള പാടുകളൊക്കെ പോകുന്ന എനിക്കറിയത്തില്ല, കാരണം വർഷങ്ങളായിട്ട് ഉപയോഗിച്ചാൽ ചിലപ്പോൾ പോകുമായിരിക്കും. എന്തായാലും ഇത് ബ്രൈറ്റനിങ് ഒന്നും ചെയ്യുന്നില്ല, പക്ഷെ അടിപൊളിയായിട്ട് മോയ്സ്ചറൈസ് ആയിട്ട് വയ്ക്കുന്നുണ്ട്. നമ്മളെ ബോഡിയിൽ ഇടുമ്പോഴത്തേക്ക് നന്നായിട്ട് ഇടുമ്പോൾ തന്നെ നന്നായിട്ട് ബ്ലെൻഡ് ആവാനും അങ്ങനെ ഒരു സ്റ്റിക്കി ഫീലോ അങ്ങനെയൊന്നുമില്ല. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പെട്ടെന്ന് അബ്സോർബ് ആവുന്നുണ്ട്. കണ്ടോ, അത് സ്മെല്ലാണെന്നുണ്ടെങ്കിൽ നല്ല മൈൽഡായിട്ടുള്ള സ്മെല്ലാണ്. കണ്ടോ, നിങ്ങൾക്ക് അറിയത്തില്ല സ്മെല്ല്, ഒരു നല്ല മൈൽഡായിട്ടുള്ളൊരു സ്മെല്ലാണ്. ഒരു ചെറിയൊരു പൊടിക്കൊരു ആയുർവേദിക് സ്മെല്ലില്ലേ, അങ്ങനെ വേണമെങ്കിലും പറയാം. ഒരു പൊടിക്ക് കേട്ടോ, അത് എവിടെയോ ഒരു ലൈറ്റ് ഒരു വേർഷൻ, ഒരു ആയുർവേദത്തിൻ്റെയൊക്കെ ഒരു മെഡിസിൻ്റെയൊക്കെ ഒരു സ്മെല്ലില്ല, അതിൻ്റെ ഒരു ഇത് എനിക്ക് തോന്നുന്നു ആ ലിക്വിഡൈസിൻ്റെ ആയിരിക്കും. അപ്പോൾ അതാണ് ഇത്. അപ്പോൾ അതാണ് ഈ പ്രൊഡക്റ്റ്. ഇനി ഇതിന് പ്രത്യേകിച്ച് ഇനി പറയണമെന്നുണ്ടെങ്കിൽ ഞാൻ നല്ലപോലെ ഫുൾ ബോട്ടിൽ യൂസ് ചെയ്തിട്ട് ഫുൾ റിവ്യൂ പറയാം. അത് മിക്കവാറും ഫുൾ റിവ്യൂ പറയുന്ന ഷോർട്സിലായിരിക്കും. ഞാൻ ഈ പ്രൊഡക്റ്റുകളെല്ലാം എനിക്ക് ഒരു 3 മാസം വരെയൊക്കെ നിൽക്കാറുണ്ട്. അപ്പോൾ 3 മാസമൊക്കെ യൂസ് ചെയ്തിട്ട് അതിൻ്റെ ഒരു റിവ്യൂ ഞാൻ ഷോർട്സ് ആയിട്ടാണ് ഇടാറ് പതിവ്. അപ്പോൾ ഞാൻ അങ്ങനെ പറയാം. പിന്നെ ഇത് പോൺസിൻ്റെ സൂപ്പർ ലൈറ്റ് ജെല്ലാണ്. എനിക്ക് തോന്നുന്നു ഞാനൊരു 1.5 വർഷം 1.5 വർഷമായിട്ട് ഞാൻ ഇത് തന്നെയാണ് ഇപ്പോൾ യൂസ് ചെയ്യണം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഇതിൻ്റെ സ്മെല്ലാണെന്നുണ്ടെങ്കിലും ഇതിൻ്റെ ടെക്സ്ചർ ആണെന്നുണ്ടെങ്കിലും നല്ല ജെല്ലി കൺസിസ്റ്റൻസ് ആണ്. നമുക്ക് ഒട്ടും സ്റ്റിക്നെസ് അല്ല. ഫേസിലിടുക എന്നുണ്ടെങ്കിലും നന്നായിട്ട് അബ്സോർബ് ചെയ്യും. പിന്നെ ഹൈലറോണിക് ഉള്ളതുകൊണ്ട് നമുക്ക് നല്ലതുപോലെ മോയ്സ്ചറായിട്ട് ഇരിക്കും ഫേസൊക്കെ. പിന്നെ കുരുക്കളോ പാടുകളോ അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല. കോമ്പിനേഷൻ സ്കിന്നുകാർക്കും അതുപോലെ ഓയിലി സ്കിന്നുകാർക്കൊക്കെ ബെസ്റ്റാണ്. പിന്നെ സെറ്റഫിലിൻ്റെ നല്ലതാണ്. പക്ഷെ ഇതിൻ്റെ സ്മെല്ലും ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ കുറേ വാങ്ങിച്ചു കൂട്ടിയിട്ടുണ്ട്. കുറേ വാങ്ങിച്ചു കൂട്ടിയിട്ടുണ്ട്. കുഞ്ഞു ബോട്ടിൽസ് വാങ്ങിക്കാനും കിട്ടും, ഇതിൻ്റെ വലിയ ഡബ്ബാസും കിട്ടും. ഇനി അടുത്തത് ഈ ഒരു ഷാമ്പു ലോറിയലിൻ്റെ ഹൈലറോണിക് ഷാമ്പു ആണ്. ഇത് അത്യാവശ്യം നല്ല റിവ്യൂസൊക്കെ ഉണ്ടായിട്ട് ഞാൻ വാങ്ങിച്ചതാണ്. ഇത് നല്ലതുപോലെ ഷാമ്പു മോയ്സ്ചറൈസ് ആയിട്ട് വയ്ക്കുന്നുണ്ട്. ഇതിൻ്റെ കണ്ടീഷണറും ഉണ്ട് കേട്ടോ, അതും നല്ലതാണ്, നല്ല പ്രൊഡക്റ്റാണ്. ഇതും ഞാൻ പിന്നെ അത് തീരാറായി അപ്പോൾ ഒന്ന് വാങ്ങിച്ചതാണ്. ഞാൻ യൂസ് ചെയ്തില്ല, എൻ്റെ ഹസ്ബൻഡ് യൂസ് ചെയ്തായിരുന്നു. യൂസ് ചെയ്തിട്ട് നല്ലതെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതും നല്ലൊരു പ്രൊഡക്റ്റാണ്. ഇപ്പം ഞാൻ യൂസ് ചെയ്തിട്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ പറയാവേ. ഇനി അടുത്തത് വന്നിട്ട് എം കഫേൻ്റെ ബോഡി സ്ക്രബാണ്, കോഫി സ്ക്രബാണ്. ഇത് എനിക്ക് വേണ്ടി വാങ്ങിച്ചല്ല, ഇതും എൻ്റെ ഹസ്ബൻഡിന് വേണ്ടി വാങ്ങിച്ചതാണ്. ഞാൻ യൂസ് ചെയ്യും. എനിക്ക് ശരിക്കും പറഞ്ഞാൽ കോഫി അലർജിയാണ്. അപ്പോൾ എപ്പോഴും ഇല്ല, ചില സമയത്ത് അലർജിയാണ്, ചില സമയത്ത് അലർജി അല്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു കാലിലും കയ്യിലൊക്കെ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കണതിന് കുഴപ്പമില്ല. ഫേസിലിടുമ്പോഴാണ് പെട്ടെന്ന് എനിക്കങ്ങനെ പ്രശ്നം ഉണ്ടാകുന്നത്.
ഇത് ശരിക്കും നല്ല കോഫിയുടെ സ്മെല്ല് തന്നെയാണ്. കോഫി അടിച്ചിട്ടാൽ പോലെ നമുക്ക് തോന്നും ഇതെടുത്ത് മണപ്പിക്കുമ്പോൾ. വേറൊരു ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് കോക്കനട്ട് ഇതിലുണ്ടെന്നാണ് പറയുന്നത്. ഇത് നല്ലതാണെന്നാണ് തോന്നുന്നത്. ഒത്തിരി നല്ല റിവ്യൂസ് വന്നിട്ടുണ്ട്. ഇതും യൂസ് ചെയ്തിട്ട് പറയാം. ടാനൊക്കെ റിമൂവ് ആകും എന്നാണ് പറയുന്നത്. എനിക്ക് കാലിലും കയ്യിലൊക്കെ നല്ല ടാൻ ഉണ്ട്. അപ്പോൾ അതും ഒന്ന് പരീക്ഷ നോക്കണം. അപ്പോൾ നോക്കിയിട്ട് പറയാമേ. ഇത് ചിലപ്പോൾ നിങ്ങളൊക്കെ ഇത് യൂസ് ചെയ്തിട്ട് ഉണ്ടായിരിക്കും. കാരണം ഇത് ഒത്തിരി നാളായിട്ട് അവൈലബിൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് അല്ലേ. അപ്പോൾ ഞാനിത് ഫസ്റ്റ് ടൈമാണ് വാങ്ങിക്കുന്നത്. ഇനി അടുത്ത പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് റോസ്മേരി എസെൻഷ്യൽ ഓയിലാണ്. ഇത് സോൾ ഫ്ലവർ എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ ആണ്. ഇത് സിംപ്ലി മൈ സ്റ്റൈൽ ഉണ്ണിയില്ലേ, അതിൽ ഉപയോഗിച്ചിട്ട് പറയണ റിസൾട്ട് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ വാങ്ങിച്ചതാണ്. അപ്പോൾ ഞാൻ ഉപയോഗിച്ച് നോക്കി. അത്യാവശ്യം നല്ല റിസൾട്ടുള്ള പ്രൊഡക്റ്റാണ് കേട്ടോ. നമ്മളിത് എണ്ണ കാച്ചണയിലും അതുപോലെ നമ്മൾ വാട്ടറിലാണെങ്കിലും മിക്സ് ചെയ്തിട്ടൊക്കെ നമ്മൾ ഹെയറിൽ സ്പ്രേ ചെയ്യാന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ചെറിയ ഒരു ബേബി ഹെയർസൊക്കെ വരുന്നത് പോലെ എനിക്ക് തോന്നി. കാരണം എനിക്ക് നല്ല രീതിയിൽ ഹെയർ ഫോൾ ഉള്ള ഒരാളാണ്. എപ്പോഴും എനിക്ക് ഹെയർ ഫോൾ ഉണ്ടാകും. പക്ഷെ അതനുസരിച്ച് എനിക്ക് ഗ്രോത്തും വരുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ ഉപയോഗിക്കുന്ന എണ്ണയുടെ ആയിരിക്കും. ഞാൻ ഇപ്പോൾ ഒരു 4-5 വർഷമായിട്ട് സ്ഥിരമായിട്ട് ഒരു എണ്ണയാണ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം വ്യൂസും ഉണ്ട് എനിക്ക് ആ വീഡിയോയ്ക്ക്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും കാണാൻ താല്പര്യമുണ്ടെങ്കിൽ അത് കണ്ടു നോക്കൂ. ഞാൻ പറഞ്ഞ എനിക്കിങ്ങനെ പനങ്കല പോലെ താഴെ കിടക്കുന്നൊന്നല്ല, മുടി അത്യാവശ്യം എനിക്ക് എപ്പോഴും കൊഴിഞ്ഞു പോയാലും റീഗ്രോത്ത് ഉണ്ടാവുന്നതിൻ്റെ ഒരു റീസൺ ആ എണ്ണ തേക്കണോണ്ടാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ ഇത് യൂസ് ചെയ്തിട്ടും എനിക്ക് അത്യാവശ്യം നല്ല റിസൾട്ട് ഉള്ളതായിട്ടാണ് തോന്നിയത്. നല്ലൊരു സ്മെല്ലാണ്. ഒരുപാടായിക്കഴിഞ്ഞാൽ നമുക്കൊരു തലയ്ക്കൊരു മത്ത് പിടിക്കുന്ന ഒരു ഫീല് വരും. ഒരു 2-3 ഡ്രോപ്സ് ഒക്കെ ഇട്ടിട്ട് നമ്മളിപ്പോൾ കുറച്ച് എണ്ണ എടുക്കുക, അതിൽ 2-3 ഡ്രോപ്സ് ഒക്കെ ഇട്ടിട്ട് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നല്ല റിസൾട്ട് ഉണ്ട്. ഇതിപ്പോൾ ഞാൻ കുറച്ച് ആയുള്ളൂ യൂസ് ചെയ്ത് തുടങ്ങിയിട്ട്. കുറച്ച് സമയം എടുക്കട്ടെ, ഒരു 3 മാസമൊക്കെ നോക്കിയിട്ട്, 3 അല്ലെങ്കിൽ 1 മാസമൊക്കെ ആയിട്ട് നോക്കിയിട്ട് ഞാൻ പറയാവേ റിസൾട്ട് എങ്ങനെയുണ്ടെന്ന്. അടുത്തത് ഈ ഒരു പ്രൊഡക്റ്റ് ലോറിയലിൻ്റെ സിറമാണ്. ഗ്ലൈക്കോളിക് സിറമാണ്. ഇൻസ്റ്റൻറ്റ് ബ്രൈറ്റ്നസ് തരും. അതുപോലെ സ്പോട്ട്സ് ഒക്കെ റിമൂവ് ആവും എന്നാണ് പറയുന്നത്. പക്ഷേ ഇതെനിക്ക് യൂസ് ചെയ്തിട്ട് ബ്രേക്ക് ഔട്ട്സ് ഉണ്ടാവുന്നുണ്ട്. എനിക്ക് പിന്നെ എൻ്റെ ഒരു സ്കിന്നെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് സെൻസിറ്റീവാണ്, അലർജി ഉണ്ട്. അപ്പോൾ എനിക്ക് എല്ലാ പ്രൊഡക്റ്റും അങ്ങനെ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. അപ്പോൾ ഞാൻ യൂസ് ചെയ്തപ്പോൾ ഇതെനിക്ക് ആദ്യമൊക്കെ ഇട്ടപ്പോൾ കുഴപ്പമില്ലായിരുന്നു. പക്ഷെ ഒരാഴ്ചയൊക്കെ ഇട്ടപ്പോഴത്തേക്കും ചെറിയ ഒരു ബ്രേക്ക് ഔട്ട്സ് ഒക്കെ വരുന്നത് കണക്ക് എനിക്ക് തോന്നി. അപ്പോൾ ഞാനത് നിർത്തി വെച്ചേക്കുക. പക്ഷേ ഇത് റിസൾട്ട് ഉണ്ട്. ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഇട്ട് നോക്കിയപ്പോൾ അതിൽ നല്ല വിസിബിൾ ആയിട്ടുള്ള റിസൾട്ട് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ സ്ഥിരമായിട്ട് ഇടത്തില്ല അവൻ. അപ്പോൾ ഈ സ്ഥിരമായിട്ട് ഇടുക എന്നുണ്ടെങ്കിൽ നല്ല റിസൾട്ട് ഉണ്ട്. പിന്നെ സ്റ്റാർട്ട് ചെയ്യണവരാണെന്നുണ്ടെങ്കിൽ 1% തുടങ്ങുകയെന്നുണ്ടെങ്കിൽ നല്ലത്. കാരണം 1% ഇട്ടിട്ട് തന്നെ അത്യാവശ്യം റിസൾട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് നല്ല പ്രൊഡക്റ്റ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാനിത് ഇനി ഒന്നുകൂടെ ഞാനൊന്ന് പരീക്ഷിച്ച് നോക്കട്ടെ, എന്നിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ പറയാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് പ്രൊഡക്റ്റിൻ്റെ റിവ്യൂ. പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, എൻ്റെ ഫേസ് ഭയങ്കര അലർജിയും അങ്ങനെയൊക്കെ ഉള്ള ഒരാളാണ്. അപ്പോൾ എനിക്ക് എപ്പോഴും സ്കിൻ കെയർ പ്രൊഡക്റ്റുകൾ നിങ്ങളിപ്പോൾ കമൻസിൽ ചോദിക്കുമായിരിക്കും, ആ പ്രൊഡക്റ്റ് ട്രൈ ചെയ്യുമോ, ഈ പ്രൊഡക്റ്റ് ട്രൈ ചെയ്യുമോ എന്നുള്ളത്. അങ്ങനെ എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് അറിയത്തില്ല. മേ ബി ഫ്യൂച്ചറിൽ ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. ഇപ്പോൾ എന്തായാലും എനിക്ക് പറ്റത്തില്ല. കാരണം എനിക്ക് വേണ്ടി വാങ്ങിക്കുന്ന പ്രൊഡക്റ്റുകളാണ് ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നതും അത് യൂസ് ചെയ്ത് അതിൻ്റെ റിസൾട്ട് പറയുന്നതും. അല്ലാതെ ഇപ്പോൾ വീഡിയോസ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അങ്ങനെ ചെയ്യാൻ എനിക്ക് പറ്റുന്നില്ല. ഞാൻ അങ്ങനത്തെ ഒരു റീസൺ ഉള്ളത് കൊണ്ടാണ് നേരത്തെ എനിക്ക് വീഡിയോ ഒന്ന് ബ്രേക്ക് എടുക്കേണ്ടി വരുന്നത്. കാരണം എന്തെങ്കിലും ഫേസിൽ ഇതുപോലെ സിറംസ് ഒക്കെ വാങ്ങിച്ച് ട്രൈ ചെയ്യും. അപ്പോൾ എന്തെങ്കിലും പ്രശ്നം വരും, പിന്നെ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റാതാവും. ഒന്നാമത് അലർജിയാണ് മെയിൻ പ്രശ്നം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ അങ്ങനെ സ്കിൻ കെയർ കൂടുതൽ പ്രൊഡക്റ്റുകളിൽ കാണിക്കും എന്ന് പറഞ്ഞ് നിങ്ങൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യേണ്ടെന്ന് ഞാൻ പറയത്തുള്ളൂ. കാരണം അത് എക്സ്പെക്ട് ചെയ്തിട്ട് നിങ്ങൾ അങ്ങനെ ചെയ്യേണ്ട. ഞാൻ കൂടുതൽ മേക്കപ്പ്, അതുപോലെ കുറച്ച് സ്റ്റിച്ചിങ്, ഗെറ്റ് റെഡി വിത്ത് മീ, അങ്ങനെയൊക്കെയുള്ള ഒരു ഫാഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റാണ്. സ്കിൻ കെയർ അങ്ങോട്ട് അത്രയും ഞാൻ കാണിക്കത്തില്ല. എൻ്റെ പേഴ്സണൽ ആവശ്യത്തിന് വാങ്ങിക്കുന്ന സാധനങ്ങൾ ഞാൻ നിങ്ങളെ കാണിക്കാം. അത് യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് റിസൾട്ട് ഉണ്ടെന്ന് പറയാം. ഇനി എൻ്റെ ഒരു സ്കിൻ ടൈപ്പ് എന്ന് പറയുന്നത് ഒരു കോമ്പിനേഷൻ സ്കിന്നാണ്. അതായത് ഓയിൽനെസ് ഉണ്ട്, അതായത് ഈ ഭാഗത്തൊക്കെ ഓയിലുണ്ട്, മുകളിലോട്ടൊക്കെ ഡ്രൈ. അങ്ങനെയാണ് എൻ്റെ ഒരു സ്കിൻ ടൈപ്പ്. അപ്പം അങ്ങനെ ഉള്ളവർക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്നെ ഫോളോ ചെയ്യാനും അങ്ങനത്തെ കാര്യങ്ങൾ സജസ്റ്റ് ചെയ്യാനും പറ്റും. അല്ലാത്തവർക്ക് എനിക്കത് വാങ്ങിച്ച് ട്രൈ ചെയ്യാൻ പറ്റത്തില്ല. ചുമ്മാ ഞാൻ നിങ്ങളുടെ അടുത്ത് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ, കമൻറ്റ് ചെയ്യുമോ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഇതാണ് എൻ്റെ ഒരവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് വാങ്ങിക്കുന്ന സാധനങ്ങൾ അത് യൂസ് ചെയ്തിട്ട് അതിൻ്റെ റിവ്യൂ ഞാൻ കറക്റ്റായിട്ട് പറയാം കേട്ടോ. അല്ലാതെ നിങ്ങൾ പറഞ്ഞ ഓരോ സാധനങ്ങളും വാങ്ങി യൂസ് ചെയ്ത് റിവ്യൂ പറയാനുള്ളൊരു സാഹചര്യം എനിക്കിപ്പോൾ ഇല്ല, അതിനെക്കൊണ്ട് പറ്റാഞ്ഞിട്ടാണ്. അപ്പോൾ
എത്രയാണ് കാര്യം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഫാഷൻ ബ്യൂട്ടി റിലേറ്റഡ് കണ്ടന്റ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം ഞാൻ സ്കിൻ കെയർ പ്രൊഡക്റ്റ് അത് എക്സ്പെക്ട് ചെയ്യണവരോട് ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്നില്ല. അപ്പോൾ എന്തായാലും നെക്സ്റ്റ് വീഡിയോയിലൂടെ കാണാം. അതുവരേക്കും ബൈ. താങ്ക് യു.